ബഹുമാനപ്പെട്ട വികാരി, പ്രിയ കൊച്ചച്ചന്മാരെ, എൻ്റെ സ്നേഹിതനും സുഹൃത്തുമായ പ്രിയ ജോസഫ് അച്ച, പ്രിയ കാർമ്മികരെ, സഹോദര വൈദികരെ, കൃപാസന മാതാവിൻ്റെ അനുഗ്രഹം നേടി നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ഇവിടെ എത്തിയിട്ടുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, വത്സല കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഭക്തിപൂർവം നീണ്ട ജപമാല റാലിയിലൊക്കെ പങ്കെടുത്ത് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനായിട്ട് അണഞ്ഞിരിക്കുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങൾ, പ്രാർത്ഥനകൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുക. നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും നിവർത്തിതമാകട്ടെ, പൂർത്തിയാകട്ടെ, മാതാവിൻ്റെ മാധ്യസ്ഥം നിങ്ങൾക്ക് ധാരാളമായിട്ട് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ ദിവസത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹാശംസകളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും, പ്രത്യേകിച്ച് ജോസഫ് അച്ഛനെ ഞാൻ നേരുന്നു. ജോസഫ് അച്ഛനും ഞാനും ഒരേ കാലഘട്ടത്തിൽ സെമിനാരിയിൽ പഠിച്ചവരാണ്. അച്ഛൻ 2 വർഷം മുമ്പ് ഡൽഹിയിലെ ഫരീദാബാദ് രൂപതയിലെ, ഞാൻ അവിടെയുള്ള സീറോ മലബാർ രൂപതയിലെ പിതാവാണ്. അവിടെ വന്ന് വടക്കേ ഇന്ത്യയിലുള്ള കൃപാസന മാതാവിൻ്റെ ഭക്തർക്കും ഞങ്ങളുടെ രൂപതാംഗങ്ങൾക്കും ഒരു വചന ശുശ്രൂഷ, ധ്യാന പ്രസംഗം നടത്തുകയുണ്ടായി. അതെല്ലാം നന്ദിയോടെ ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കുന്നു. മാതാവിൻ്റെ കൃപാസന മാതാവിൻ്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും, നമുക്ക് മാത്രമല്ല, ഈ രൂപതയിൽ മാത്രമല്ല, കേരള സഭയ്ക്കും ഭാരത സഭയ്ക്കും ധാരാളമായിട്ടുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൃപാസന മാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ട്, ഇവിടെ അല്ലെങ്കിൽ ഇതിനടുത്ത സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ട് ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായ സന്ദേശങ്ങൾ നൽകിയതാണ് നമ്മെ എല്ലാവരെയും ഇവിടെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്. സഭയുടെ ചരിത്രത്തിൽ പല കാലഘട്ടങ്ങളിലായി പ്രത്യേക സാഹചര്യങ്ങളിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട് ജനങ്ങൾക്ക് വിവിധ സന്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും സ്ഥലങ്ങളുണ്ടോ മാതാവ് പ്രത്യക്ഷപ്പെട്ട്? വേളാങ്കണ്ണി, പരിചയമുള്ളവർ പറഞ്ഞ വേളാങ്കണ്ണിയാണ്. പിന്നെ എവിടെയാണ്? ലൂർദിൽ. പിന്നെ എവിടെയാണ്? ഫാത്തിമ, വാട്ടിമാല, ഗുദലൂപ്പെ. ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇത് ആദിമ കാലഘട്ടം തുടങ്ങി സഭയിലുണ്ടായിട്ടുള്ള ഒരു സംഭവ വികാസമാണ്. ഇറ്റ്സ് ആൻ സൂപ്പർ നാച്ചുറൽ ഫെനോമൻ. മാതാവ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ AD 40 സ്പെയിനിലെ സരഗോസ എന്ന് പറഞ്ഞ സ്ഥലത്ത് പിലാർ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇന്ന് സഭയിൽ വളരെ, പ്രത്യേകിച്ച് ഇന്ത്യക്ക് പുറത്ത് അറിയപ്പെടുന്ന ഒരു മാതാവാണത്. പിന്നീട് പൗരസ്ത്യ പാരമ്പര്യത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു പോകുമ്പോൾ 10ാം നൂറ്റാണ്ടിലെ കോൺസ്റ്റാന്റിനോപ്പിളിൽ വെച്ചിട്ട് തിയോത്തോക്കോസ് എന്ന ചിത്രത്തിൻ്റെ വെയിൽ, തലമുണ്ട് സംരക്ഷിക്കപ്പെടുന്നതായിട്ട് ഒരു ദർശനം മാതാവിനെ സംബന്ധിച്ച് നമ്മൾ കാണുന്നുണ്ട്. 11ാം നൂറ്റാണ്ടിലേക്ക് പോകുമ്പോൾ ഇംഗ്ലണ്ടിലെ വാൽസിംഗ്ഹാം എന്ന സ്ഥലത്ത് മാതാവ് പ്രത്യക്ഷപ്പെട്ടതായിട്ടുള്ള ചരിത്രമുണ്ട്. ഇന്നും ഇംഗ്ലണ്ടിലെ വളരെ അറിയപ്പെടുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണത്. ഞാൻ അവിടെ പോയി ഒരു വർഷത്തെ തിരുനാളിന് പ്രധാന കാർമ്മികനായിട്ട് കുർബാന അർപ്പിച്ചിട്ടുണ്ട് ഇംഗ്ലണ്ടിൽ. അത് സംഭവിച്ചത് 11ാം നൂറ്റാണ്ടിലാണ്. തുടർന്ന് അങ്ങോട്ട് 16ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ 1531 മെക്സിക്കോയിലെ ഗുദലൂപ്പെ മാതാവ് വളരെ പ്രസിദ്ധിയാണ്. ഗുദലൂപ്പെ മാതാവിൻ്റെ ചിത്രങ്ങളും ഭക്തിയുമൊക്കെ ഇപ്പോൾ ഇന്ത്യയിലും പയ്യെ പ്രചരിച്ചു തുടങ്ങിയിട്ടുണ്ട്. 1550കളിൽ വേളാങ്കണ്ണി മാതാവ് ഇന്ത്യയിൽ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ചരിത്രവും അതുമായിട്ട് ബന്ധപ്പെട്ട കഥകളും നമുക്ക് വളരെ പരിചിതമാണ്. യൂറോപ്പിലേക്ക് വരുമ്പോൾ
1830 ഫ്രാൻസിലെ പാരീസിൽ വെച്ച് അത്ഭുതകരമായ മെഡലിൻ്റെ മാതാവിൻ്റെ ചരിത്രം നമുക്ക് കാണാനായിട്ട് സാധിക്കും. 1858 ലൂർദിലെ വിശുദ്ധ ബെർണദത്തിന് മാതാവ് പ്രത്യക്ഷപ്പെട്ടു. നിങ്ങൾ പലരും പറഞ്ഞ ആദ്യത്തെ സ്ഥലം ലൂർദാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഒത്തിരിയേറെ പേര് ലൂർദ് മാതാവിൻ്റെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. ഞാനും പല പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട് ലൂർദ് മാതാവിന്. തുടർന്ന് അങ്ങോട്ടേക്ക് 1917 ഈ നൂറ്റാണ്ടിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ഫാത്തിമ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തെപ്പറ്റി നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ മാതാവ് ലൂസി, ജസീന്ത, ഫ്രാൻസിസ് ഇങ്ങനെ 3 കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ടു. അതിൽ ലൂസി പിന്നീട് മടത്തി ചേർന്നു മിണ്ടാമടത്തിൽ. എനിക്ക് ഈ ലൂസിയെ നേരിട്ട് കാണാനും അവരുടെ മിണ്ടാമടത്തിൽ പോയി സംസാരിക്കാനുള്ള ഒരു അവസരം ലഭിച്ചിട്ടുണ്ട്. തുടർന്ന് അങ്ങോട്ട് നമ്മുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ 1973 ജപ്പാനിലെ അവർ ലേഡി ഓഫ് ആക്കിത്ത, അത് ജപ്പാനിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രമാണ്. 1980 അവർ ലേഡി ഓഫ് കെബോ, റുവാണ്ടയിൽ, ആഫ്രിക്കയിലെ റുവാണ്ട എന്ന സ്ഥലത്ത് മാതാവ് പ്രത്യക്ഷപ്പെട്ട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതായിട്ട് സഭയുടെ ചരിത്രം സാക്ഷിക്കുന്നു. നമ്മുടെ ഇന്ത്യയിലെ വേളാങ്കണ്ണിയുടെ കാര്യം നമ്മൾ സൂചിപ്പിച്ചു. കുറവലങ്ങാട് മാതാവിൻ്റെ വലിയൊരു തീർത്ഥാടന കേന്ദ്രമുണ്ട്. അപ്പോൾ അങ്ങനെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ, അമേരിക്കയിലും ആഫ്രിക്കയിലും ജപ്പാനിലും യൂറോപ്പിലും എല്ലാം മാതാവ് പ്രത്യക്ഷപ്പെട്ട് നമ്മുടെ അവിടേക്ക് പോയി പ്രാർത്ഥിക്കും. കൃപാസനത്തിലെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണവും മാതാവിൻ്റെ സാന്നിധ്യവും ഈ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് വേണം നമ്മൾ കാണാനായിട്ട്. പുറത്ത് രാജ്യങ്ങളിൽ മാത്രമല്ല, മാതാവ് സഭാ വിശ്വാസികൾക്ക് പ്രത്യക്ഷപ്പെട്ട് സന്ദേശങ്ങൾ നൽകുന്നത് ഒരു പ്രത്യേക സാമൂഹിക, രാഷ്ട്രീയ, ധാർമ്മിക പശ്ചാത്തലത്തിലാണ്. ലോകത്തെ സമാധാനത്തിന് എതിരായിട്ടുള്ള സംഭവങ്ങളുണ്ടാകുമ്പോൾ ഫാത്തിമയിലെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം 1-ാം ലോക മഹായുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. അല്ലെങ്കിൽ അധാർമികമായിട്ടുള്ള മൂല്യച്യുതി സംഭവിക്കുമ്പോൾ, അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ ഈശോയുടെ അമ്മയായ മാതാവ് അവിടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവർക്ക് കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു സന്ദേശങ്ങൾ നൽകുന്നു. കൃപാസനം മാതാവിൻ്റെ പ്രസക്തി അങ്ങനെയാണ് ആഗോള സഭയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അസാധാരണമായ രീതിയിൽ, അസ്വാഭാവികമായ സാഹചര്യങ്ങളിൽ മാതാവ് പ്രത്യക്ഷപ്പെടുന്നതായിട്ട് നമുക്കിവിടെ എല്ലാം കാണാം. അത് ആരംഭിക്കുന്നത് ഒരു പ്രൈവറ്റ് ഡിവോഷനായിട്ടാണ്. നിങ്ങളൊക്കെ മാതാവിൻ്റെ മാധ്യസ്ഥം തേടി ഇവിടെ വന്നിരിക്കുന്നവരാണ്. വിശ്വസിക്കണോ വേണ്ടേ എന്നുള്ളത് നിങ്ങളുടെ വ്യക്തിപരമായ തീരുമാനമാണ്. പക്ഷേ അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ ഓടിക്കൂടി ആ മധ്യസ്ഥൻ്റെ അല്ലെങ്കിൽ ആ മാതാവിൻ്റെ കൃപയ്ക്ക് വേണ്ടിയിട്ട് യാചിക്കുമ്പോൾ സഭ അതിലിടപെടും. സഭ ഇടപെട്ടിട്ട് ഇത് വിശ്വാസയോഗ്യമാണോ അല്ലയോ എന്നാണ് സാധാരണ രീതിയിൽ സഭ പ്രഖ്യാപിക്കുന്നത്. പരമ്പരാഗതമായിട്ട് വിശ്വാസികൾ ഒത്തിരിയേറെ പേര് സ്വീകരിക്കുന്നതായോ അല്ലെങ്കിൽ സഭാധികാരികൾ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുന്നതായിട്ടോ കാണുമ്പോഴാണ് ഒരു പ്രത്യക്ഷീകരണത്തെ ഇതിൻ്റെ വിശ്വാസ യോഗ്യമാണെന്ന് സഭ പ്രഖ്യാപിക്കുകയുള്ളൂ. നിങ്ങൾ ഒരുപക്ഷെ വായിച്ചിട്ടുണ്ടാവും യൂറോപ്പിൽ മെഡ്ജുഗോറിയിലെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം. വർഷങ്ങളായിട്ട് അത് സംബന്ധിച്ച് പഠനങ്ങൾ നടക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള പഠനത്തിനിടയ്ക്ക് എന്തെങ്കിലും ഒരു ചെറിയ സംശയമോ തടസ്സമോ വന്നു കഴിഞ്ഞാൽ സഭയുടെ അധികാരികൾ അതേപ്പറ്റി കൂടുതൽ പഠിക്കാനായിട്ട് ഫർദർ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് അത് മാറ്റിവെക്കും. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കൃപാസനം മാതാവിൻ്റെ സഭയുടെ മാർപ്പാപ്പയുടെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം അധികം വൈകില്ല. മാതാവിൻ്റെ ഈ പ്രത്യക്ഷത്തിലെ വിശ്വാസയോഗ്യമാണെന്ന് പ്രഖ്യാപിക്കാനുള്ള ചടങ്ങുകൾ, അതിൻ്റെ പ്രോസസ്സ് ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുക. നമ്മൾ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ വിലയിരുത്തുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഏതെങ്കിലും ഒരു പ്രത്യേക സന്ദേശം നൽകാൻ വേണ്ടിയിട്ടാണ് മാതാവ് വന്നിട്ടുള്ളത്. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം.
ലോക സമാധാനത്തിന് വേണ്ടി രാഷ്ട്ര നേതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ജീവിത ശൈലിയിൽ നിന്ന് ജനവിഭാഗങ്ങളെ മാറ്റിയെടുക്കാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കണം. കുടുംബത്തെ സമാധാനത്തോടു കൂടി സമൂഹത്തിലെ സമാധാനത്തോട് ജീവിക്കുവാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കണം. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ് അമ്മ മക്കൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാനുള്ള വലിയ ഒരു എളിമയാണ് നമുക്ക് ഓരോരുത്തർക്കും അത്യാവശ്യമായിട്ടുള്ളത്. ഇങ്ങനെ ലോക ചരിത്രത്തിൻ്റെ ഏടുകളിൽ പല കാലഘട്ടങ്ങളിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലും ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്ന കേരളത്തിലും ഇങ്ങനെയുള്ള വലിയ ഒരു ദൈവിക ഇടപെടലിൻ്റെ സൂചനയാണ് നമ്മൾ കാണുക. അവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഈ മാതാവ് ഈശോയെ സഹായിച്ചതുപോലെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഉണ്ടാകും എന്ന് നമുക്ക് ഉറപ്പായിട്ട് വിശ്വസിക്കാം. അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. സുവിശേഷങ്ങളിലേക്ക് തിരിയുമ്പോൾ മാതാവിനെ പറ്റിയുള്ള പരാമർശങ്ങളിലെ 3 കാര്യങ്ങൾ സൂചിപ്പിക്കാനുമാണ് ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുക. മാതാവ് പിതാവായ ദൈവത്തിൻ്റെ ആഗ്രഹങ്ങളനുസരിച്ച് ദൈവഹിതത്തിന് പൂർണ്ണമായി കീഴ്വഴങ്ങി ജീവിച്ചൊരു വ്യക്തിയാണ്. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, പുത്രനായ ഈശോയോട് കൂടെ ഈശോയുടെ സഹവാസത്തിൽ തൻ്റെ മകൻ 33 വയസ്സിൽ മരിക്കുന്നത് വരെ എന്നും ഈശോയെ ചേർത്ത് നിർത്തി സ്നേഹനിധിയായ വാത്സല്യത്തോടു കൂടി വർത്തിച്ചൊരു മാതാവാണ് മറിയം. മൂന്നാമത്തെ കാര്യം, മറിയം പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താൽ ജീവിച്ചൊരു വ്യക്തിയാണ്. ഈ 3 കാര്യങ്ങളെപ്പറ്റി നമുക്ക് അല്പസമയം ചിന്തിക്കാം. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 38 തുടങ്ങിയുള്ള വാക്യങ്ങളിൽ മംഗളവാർത്ത കാലത്ത് മാതാവിൻ്റെ മനോഭാവം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. മാനുഷികമായ രീതിയിൽ അസംഭാവ്യമെന്ന് തോന്നാവുന്ന ഒരു കാര്യം ദൈവത്തിൻ്റെ ഇടപെടലാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവിടെ സംശയങ്ങളില്ല, അവിടെ ചോദ്യങ്ങളില്ല. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാതാവ് അതിനെ 100% സ്വീകരിക്കുകയാണ്. തുടർന്നങ്ങോട്ട് പിറവിക്കാലം, ഈശോയുടെ ബാല്യകാലം, രഹസ്യ ജീവിതകാലം, പരസ്യ ജീവിതകാലത്തെല്ലാം ഈ മനോഭാവമാണ് മറിയത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നത്. അവസാനം കുരിശിൻ്റെ പാദത്തിങ്കിൽ തൻ്റെ മകൻ്റെ മരണം നേരിൽ കണ്ടുകൊണ്ട് നിൽക്കുന്ന അമ്മയുടെ മനസ്സിലും ഈ ഒരു മനോഭാവമാണ് നമുക്ക് ശ്രദ്ധിക്കുവാൻ സാധിക്കുക. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ. പുത്രനായ ഈശോയോട് കൂടിയുള്ള ജീവിതമായിരുന്നു മറിയത്തിൻ്റേത്. മറിയത്തെ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, ഷി വാസ് എ വാക്കിംഗ് ടാബർനാക്കിൾ. ടാബർനാക്കിൾ നമുക്കറിയാം, പള്ളിയിലെ ഈശോ കുടികൊള്ളുന്ന പുണ്യസ്ഥലമാണ്. ഈ ഈശോയെ സ്വന്തം ഉദരത്തിൽ സ്വീകരിച്ചുകൊണ്ട് സ്വന്തം ശരീരത്തിൽ വളർച്ച പ്രാപിക്കാനായിട്ട് സഹായിച്ചുകൊണ്ട് സ്വന്തം കുഞ്ഞിന് ജന്മം നൽകുവാൻ സാധിച്ച ഏക വ്യക്തി മാതാവാണ്. പിന്നീട് മരണം വരെ ഈ മകനെ ചേർത്ത് പിടിച്ച് നടന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് മാതാവിനെ കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ എനിക്ക് അമ്മമാരോട് പ്രത്യേകിച്ചും പറയാനുള്ളത്, മക്കളെ ചേർത്ത് പിടിക്കുക, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മക്കളുടെ പ്രത്യേകിച്ചും ധാർമ്മികമായിട്ടുള്ള ദിശാബോധത്തിന് വേണ്ടിയിട്ട് അക്ഷീണം പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടവരാണ് പ്രത്യേകിച്ചും അമ്മമാർ, മാതാപിതാക്കൾ പൊതുവെ, പക്ഷെ പ്രത്യേകിച്ചും അമ്മമാർ. വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാളൻ്റെ പിന്നാലെ കണ്ണുനീരോടെ പോയ മോനിക്ക പുണ്യവതിയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ മാതൃക. ഈ മകൻ്റെ മാനസാന്തരത്തിന് വേണ്ടിയിട്ട് അമ്മ ഒത്തിരിയേറെ മോനിക്ക പുണ്യവതി പ്രാർത്ഥിച്ചുവെന്നാണ് നമ്മൾ കാണുവാൻ സാധിക്കുക. ഇതെല്ലാം ചെയ്തിട്ടും ചിലപ്പോൾ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകും. മക്കളുടെ വഴിക്ക് പോകുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടാകും. അപ്പോൾ അത് നമ്മൾ പൂർണ്ണമായിട്ടും തമ്പുരാനെ ഏൽപ്പിക്കുക, മാതാവിനെ ഏൽപ്പിക്കുക. മാതാവ് വഴി നടത്തും, കൈപിടിച്ച് അവരെ നേർവഴിക്ക് കൊണ്ടുവരും.
ഈ ഒരു ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ മാതാവിനെ പോലെ മറിയത്തെ പോലെ മറിയ ഉണ്ണീശോയെ ചേർത്ത് പിടിച്ച പോലെ മക്കൾക്ക് വേണ്ടി ജീവിക്കുവാനായിട്ട് നമ്മുടെ അമ്മമാർക്ക് സാധിക്കും. മൂന്നാമത്തെ കാര്യമാണ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താലാണ് മറിയം ജീവിച്ചതെന്ന്. തീർച്ചയായിട്ടും ആദിമ കാലഘട്ടത്തിൽ അസ്വസ്ഥരായ അപ്പസ്തോലന്മാർക്ക്, ശിഷ്യന്മാർക്ക് മാനസിക ബലം നൽകിയത്, അവർക്ക് ചേർത്ത് പിടിച്ച് മക്കളെ പോലെ അവർ മുമ്പോട്ട് നയിച്ചത് പരിശുദ്ധ കന്യാമറിയമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും എല്ലാം പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുത്താൽ, എല്ലാം ദൈവികതത്തിന് കീഴ്പ്പെടുത്തിയാൽ, മാതാവ് മകനെ നോക്കിയതുപോലെ സ്വന്തം മക്കളെയും കുടുംബത്തെയും നോക്കാനായിട്ട് നമ്മൾ പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഈശോ വാഗ്ദാനം ചെയ്ത സമാധാനം അനുഭവിക്കാനായിട്ട് സാധിക്കും. ആ മനസ്സിൻ്റെ സമാധാനവും കുടുംബത്തിലെ സന്തോഷവുമാണ് നമ്മുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് കൃപാസന മാതാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് പ്രത്യേകമായിട്ടുണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം, പ്രാർത്ഥിക്കാം. ചിലപ്പോൾ ചിലരൊക്കെ ചോദിക്കാറുണ്ട്, ഈ മാതാവ് മറിയം ഒരാളല്ലേ ഉള്ളൂ, പിന്നെ എന്തിനാണ് അങ്ങനെ അവിടുത്തെ മാതാവ് ഇവിടുത്തെ മാതാവ് എന്നൊക്കെ പറയുന്നതെന്ന്. ഈ ചരിത്ര സത്യങ്ങളുടെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ അസ്ഥാനത്താണെന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. ഇത് ഒരു പുദേശമല്ല, നമ്മുടെ കേരളത്തിൽ മാത്രം നടക്കുന്നൊരു കാര്യമല്ല. ആദിമ കാലഘട്ടം തുടങ്ങി ഓരോ കാലഘട്ടത്തിലെയും ചരിത്ര സംഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും ഈ ദൈവിക ഇടപെടലിൻ്റെ, മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥാനം സഭാചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതിനുവേണ്ടി ജോസഫച്ചൻ നടത്തുന്ന എല്ലാ പരിശ്രമങ്ങൾക്കും എല്ലാ വിജയ ആശംസകളും ദൈവാനുഗ്രഹം നേരുന്നു. മാതാവിൻ്റെ മാധ്യസ്ഥം വഴി ഈശോ നമ്മെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.